ഒരു അധ്യാപകൻ എന്ന നിലയിൽ പ്രവേശിക്കാൻ ലോഗിൻ ആസ് ടീച്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം അടുത്ത സ്ക്രീനിലുള്ള ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ വിവരങ്ങൾ നൽകി ക്രിയേറ്റ് ക്ലാസ് റൂം ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂം തയ്യാറായിക്കഴിഞ്ഞു. പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ ചേർക്കുന്നതിനായി സ്ക്രീനിന്റെ താഴെ കാണുന്ന സ്റ്റുഡന്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ വിദ്യാർത്ഥികളെ ചേർക്കാൻ മുകളിൽ വലതുവശത്തുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റുഡന്റ് ജോയിൻ കോഡ് തിരഞ്ഞെടുക്കുക. തുടർന്ന് ലഭിക്കുന്ന കോഡ് കുട്ടികളുമായി പങ്കുവച്ചാൽ അവർക്ക് ക്ലാസ്സിൽ ചേരാൻ സാധിക്കും. അധ്യാപകർക്ക് കുട്ടികളെ മാനുവലായി ചേർക്കാൻ ആഡ് സ്റ്റുഡൻസ് മാനുവലി എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഈ ഓപ്ഷനിൽ വിദ്യാർത്ഥിയുടെ പേര്, റോൾ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ നൽകി ആഡ് സ്റ്റുഡന്റ് ബട്ടൺ അമർത്തി അവരെ ചേർക്കാം. ക്ലാസ് റൂമിൽ ചേർന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് അടുത്ത സ്ക്രീനിൽ കാണാം. തുടർന്ന് സ്ക്രീനിന്റെ താഴെ ഇടതുവശത്തുള്ള എക്സാം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ക്രിയേറ്റ് എക്സാം ബട്ടൺ അമർത്തുമ്പോൾ പരീക്ഷയുടെ വിവരങ്ങൾ നൽകാനുള്ള സ്ക്രീൻ പ്രത്യക്ഷപ്പെടും. പരീക്ഷയുടെ വിവരങ്ങളിൽ പ്രധാനമായും 2 ഓപ്ഷനുകളുണ്ട്. ആദ്യത്തേത് അപ്ലോഡ് ബട്ടൺ ഉപയോഗിച്ച് ആൻസർ കീ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. അപ്ലോഡ് ചെയ്ത ആൻസർ കീയിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, മാർക്കുകൾ എന്നിവ വേർതിരിച്ച് സൂക്ഷിക്കും. ആൻസർ കീയിലെ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, മാർക്കുകൾ എന്നിവ സ്ക്രീനിൽ കാണാം. ആവശ്യമെങ്കിൽ ഇവ എഡിറ്റ് ചെയ്യാം. തുടർന്ന് സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ അമർത്തുക. അടുത്ത സ്ക്രീനിൽ നിങ്ങൾ ഉണ്ടാക്കിയ പരീക്ഷകളുടെ ലിസ്റ്റ് കാണാം. ആ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത ഉത്തരക്കടലാസുകൾ നിർമ്മിത ബുദ്ധി മൂല്യനിർണ്ണയം നടത്തി മാർക്കുകൾ രേഖപ്പെടുത്തി സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ഓരോ വിദ്യാർത്ഥിയുടെയും മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസ് കാണാം. ഓരോ ഉത്തരത്തിനും ലഭിച്ച മാർക്കിനു പുറമെ മാർക്ക് കുറയാനുള്ള കാരണങ്ങളും മെച്ചപ്പെടുത്തേണ്ട മേഖലകളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഉൾപ്പെടെയുള്ള ഒരു വിശദമായ റിപ്പോർട്ടും ഇതിൽ ലഭിക്കും. നിർമ്മിത ബുദ്ധി മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസിൽ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അധ്യാപകൻ പരിശോധിച്ച് മാർക്ക് പുനർനിർണ്ണയിക്കാവുന്നതാണ്. ഇതുകൂടാതെ മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസ് വിദ്യാർത്ഥികൾക്ക് PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും.